പറയുക, തള്ളപ്പെട്ടു പോയി എന്ന് ചിന്തിച്ച് കയറിയ മറിയേ, സ്തോത്രം, മഗ്ദലനക്കാരത്തി മറിയേ, ദൈവം നിന്നെ ഉയർത്താൻ പോകുക. എന്നേക്കും തള്ളിക്കളയാനല്ല ദൈവം നിന്നെ തെരഞ്ഞെടുത്തത്. നീ എവിടെയൊക്കെ നിന്ദിക്കപ്പെട്ടോ അവിടെ എല്ലാവരും കാണുക നിന്റെ തല നീ ഉയർത്തുന്നത് നീ കാണാൻ പോകുക. അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത്? എന്റെ കർത്താവിനെ അവരെ എടുത്തുകൊണ്ടുപോയി. എന്റെ നന്മ അവരെ എടുത്തു. എന്റെ ഉയർച്ച അവരെ കൊണ്ടുപോയി. എന്റെ സാമ്പത്തികം നഷ്ടപ്പെട്ടു. എന്റെ ജോലി നഷ്ടപ്പെട്ടു. എന്റെ കുടുംബം തകർന്നു. മറിയ പറയുകയാണ്, എല്ലാം പോയി. അതുകൊണ്ട് കരഞ്ഞുകൊണ്ട് അവള് പറയുക, അവൻ എവിടെ പോയി? എന്നെ വിടിവിച്ചവനെ കാണാനില്ലെന്ന് പറഞ്ഞ ആരൊക്കെ ഇതിന്റെ മധ്യേ കയറിയിട്ടുണ്ട്. ദൈവാത്മ പറയുക, നീ കാണാൻ പോകുക. നീ സ്തോത്രം, ഇന്ന് യോബ് പറഞ്ഞതുപോലെ ഞാൻ ദേഹരഹിതനായി എന്റെ കർത്താവിനെ കാണും. യേശു അവളോട് പറയുകയാണ്, സ്ത്രീയെ, യേശു വന്നേച്ച് ചോദിക്കുക, നീ കരയുന്നത് എന്ത്? ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. അപ്പൊ അവള് കരുതി തോട്ടക്കാരനാണെന്ന്. അവള് പറഞ്ഞു, നീ അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ അവൻ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കോളാം എന്ന് പറഞ്ഞു. 33-ാമത്തെ വയസ്സില് 33-35 വയസ്സിലാണ് യേശു ക്രൂശിക്കപ്പെട്ടെന്ന ചരിത്രം പറയുന്നത്. ഈ 33 വയസ്സിൽ യേശുവിന്റെ ഹൈറ്റ് 5 അടി 5 ഇഞ്ച, 165 സെന്റിമീറ്റർ. ഈ 160 കിലോ വെയിറ്റുള്ള യേശുവിനെ ഇവളെ എവിടെ എടുത്തുകൊണ്ട് പോകുന്ന ഈ പറയുന്നത്? അവള് പറയണ, ഭാരം എത്ര വലുത് എനിക്ക് പ്രശ്നമല്ല, കർത്താവിനെയും കൊണ്ടേ ഞാൻ മടങ്ങത്തുള്ളൂ. ഈ ദൂത് നിങ്ങൾ എവിടെയും കേട്ട് കാണത്തില്ല. സ്തോത്രം. ഭാരം എത്രയും എനിക്ക് വിഷയമല്ലെന്നേ, പക്ഷെ ഞാൻ വന്നത് വിടുതൽ പ്രാപിച്ചു പോകാനാ. അവള് പറയുകയാണ്, നീ കാണിച്ചതാ ആ പെണ്ണിന്റെ തണ്ടൊന്ന് കണ്ടോ? പത്രോസൊക്കെ പേടിച്ച് വീട്ടിൽ ഒളിച്ചിരിക്കുമ്പോൾ തോട്ടക്കാരനോട് പറയുക, എന്റെ കർത്താവിനെ പൊക്കിക്കൊണ്ട് പോകാനാ ഞാൻ വന്നത്. ദൈവാത്മ പറയുന്നു, ഇവിടെ അങ്ങനെ കയറിയിരിക്കുന്ന ദൈവാത്മ പറയുന്നു, നീ കാണുന്നത് ബോഡിയല്ല, നീ കാണുന്നത് ഉയർപ്പാ. നീ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഡെഡ് ബോഡി ആണെങ്കിൽ യേശു പറയുന്നു, മരിച്ച വാർത്തയല്ല, ജീവന്റെ വാർത്തയുമായി മറിയേ, ചരിത്രം നിന്നെ സാക്ഷ്യപ്പെടുത്താൻ പോകുന്നു. യേശുവിനെ അറിയത്തില്ലായിരുന്നോ മറിയ അവിടെ വന്നത് എന്തിനാണെന്ന്? അറിയാം. ആരെ തെരയുന്നു എന്ന് യേശു ചോദിച്ചെന്തിനാ? യേശുവിനെ അറിയാം ആരെ തെരയുന്നെന്ന്. എന്നാൽ അവളെ വായിൽ നിന്ന് തന്നെ ചിലത് കേൾക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണോ വിടുതൽ ആവശ്യമുള്ളത് വാ തുറന്ന് പറഞ്ഞു തുടങ്ങിക്കോ. ആമേൻ. സ്തോത്രം. യേശുവിനറിയാം നിങ്ങളുടെ ആവശ്യം എന്താണെന്ന്. പക്ഷെ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് എന്നോട് പറയുന്നു, വാ തുറന്ന് പറയാൻ തയ്യാറായിക്കോ. പ്രാർത്ഥനാ റൂമിൽ മുട്ടുമടക്കിക്കൊണ്ട് വാ തുറന്ന്, കർത്താവ് ഇന്ന വിഷയത്തിന് മറുപടി വരണമെന്ന് നീ വാ തുറന്ന് പറയാൻ തുടങ്ങുമ്പോൾ, കണ്ണുനീരോടെ പറയാൻ തുടങ്ങുമ്പോൾ നിന്റെ വിഷയങ്ങൾക്ക് മറുപടി ആരംഭിക്കും. ദൂത് ഏറ്റെടുത്തോ. അവള് പറയുകയാണ്, സ്തോത്രം, അവനെ കൊണ്ടുപോകാൻ വന്നതാ. യേശു പറഞ്ഞു, സ്തോത്രം, ഞാൻ ഉയർത്തിരിക്കുന്നു, നീ എന്നെ തുടരുത്. ഇന്ന് പകൽക്കാലം ആർക്കും വെളിപ്പെട്ടിട്ടില്ലാത്ത ഉയർപ്പും ആരും കണ്ടിട്ടില്ല ാത്ത ദൂതന്മാരുടെ ദർശനവും അവള് കണ്ടെങ്കിൽ, ഇന്നിവിടെ കടന്നു വന്ന ദൈവത്തിന്റെ പൈതലേ, നീ ചില വെളിപ്പാടുകൾ കാണാൻ പോകുക, ചില ദർശനങ്ങൾ കാണാൻ പോകുക.